ഈ കാർഷിക വാർത്തകൾ. ഓണം അടുത്തതോടെ ഏത്തക്ക വില കുതിച്ചുയരുന്നു. ഒരാഴ്ചക്കിടെ വില ഇരട്ടിയോളമായി. ഓണം ആകുമ്പോഴേക്കും ഏത്തക്ക വില 100 കടക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് കർഷകരിൽ നിന്ന് 35 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ചിപ്സ് നിർമ്മാതാക്കൾക്ക് ഇക്കുറി 65 മുതൽ 75 രൂപയ്ക്കാണ് ലഭ്യമാകുന്നത്. മഴയുടെ കൂടുതലും വേനൽച്ചൂടും കാറ്റും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള ഏത്തക്കായുടെ വരവ് കുറഞ്ഞത് വില കൂടാൻ കാരണമായി. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിച്ചതിനാൽ ഇടുക്കി, വയനാട് ജില്ലകളിൽ നിന്നും മറ്റു ജില്ലകളിലേക്ക് കായ കാര്യമായി എത്തുന്നില്ല. മൂപ്പത്തിയ ഏത്തക്കായുടെ ക്ഷാമമാണ് വിലക്കയറ്റത്തിന് കാരണം. ഒരാഴ്ച മുമ്പ് 45 മുതൽ 50 രൂപയുണ്ടായിരുന്ന ഏത്തക്കായ്ക്കും പഴത്തിനും വില ഇപ്പോൾ 80 മുതൽ 85 രൂപ വരെയാണ്. കർഷകരിൽ നിന്നും മൊത്ത വിൽപ്പനക്കാർ നേരിട്ട് വാങ്ങുന്നത് 65 മുതൽ 70 രൂപ നിരക്കിലാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയതാണ് ഭൂരിഭാഗം കർഷകരും. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയ പ്രതിസന്ധി കൃഷിയെ സാരമായി ബാധിച്ചതായും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഞ്ചസാര മില്ലുകളിൽ നിന്നും ബയോ റിഫൈനറികളിലേക്ക് ചുവടുമാറ്റുകയാണ് ഇന്ത്യയുടെ പഞ്ചസാര വ്യവസായം. കരിമ്പിൽ നിന്നും പഞ്ചസാരയ്ക്കൊപ്പം ഊർജവും ജൈവ ഉൽപ്പന്നങ്ങളും ലക്ഷ്യമിടുന്നതാണ് പുതിയ മാറ്റം. ഇന്ത്യയിലെ പഞ്ചസാര വ്യവസായം വലിയൊരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ്. പഞ്ചസാര ഉൽപാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പരമ്പരാഗത മില്ലുകൾ ഇനി ബയോ റിഫൈനറികളായി മാറുകയാണ് ലക്ഷ്യം. കരിമ്പിൽ നിന്ന് പഞ്ചസാരയ്ക്കൊപ്പം എത്തനോൾ, വൈദ്യുതി, ബയോ കെമിക്കലുകൾ തുടങ്ങി കൂടുതൽ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യതയാണ് വ്യവസായം തേടുന്നത്. കരിമ്പിന്റെ ഉപോൽപ്പന്നങ്ങളായ ബഗാസ്, മൊളാസസ് എന്നിവയും കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിലൂടെ വരുമാനം ഉയർത്താനും മാലിന്യം കുറയ്ക്കാനും കഴിയും. ഊർജ്ജ സുരക്ഷയും ഹരിത സമ്പദ് വ്യവസ്ഥയും ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് പഞ്ചസാര മില്ലുകളിൽ നിന്ന് ബയോ റിഫൈനറികളിലേക്കുള്ള ഈ മാറ്റം പുതിയ വളർച്ചാ സാധ്യതകൾ തുറക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ പയറുവർഗ്ഗ കൃഷിയുടെ വിസ്തൃതിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ മാറ്റമില്ലെന്ന് കണക്കുകൾ. മഴയുടെ ലഭ്യതയിലെ വ്യത്യാസം ചില മേഖലകളിൽ കൃഷിയെ ബാധിച്ചെങ്കിലും വിതയ്ക്കൽ പുരോഗതി മെച്ചപ്പെട്ടു വരുന്നതായാണ് വിലയിരുത്തൽ. രാജ്യത്ത് പയറുവർഗ്ഗങ്ങളുടെ കൃഷി വിസ്തൃതി കഴിഞ്ഞ വർഷത്തെ നിലവാരത്തിന് ഏകദേശം അടുത്തെത്തിയതായി റിപ്പോർട്ട്. മൺസൂൺ മഴ വൈകിയതിനെ തുടർന്ന് സീസണിന്റെ തുടക്കത്തിൽ പയറുവർഗ്ഗങ്ങളുടെ വിതയ്ക്കൽ പിന്നിലായിരുന്നു. തുവര, ഉഴുന്ന്, ചെറുപയർ തുടങ്ങിയ പ്രധാന വിളകളുടെ വിസ്തൃതിയിലും കുറവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ജൂലൈയിൽ മഴ ശക്തമായതോടെ വിതയ്ക്കൽ വേഗത്തിലായി. മഴയെ ആശ്രയിച്ചുള്ള മേഖലകളിൽ കൃഷി കൂടുതൽ സജീവമായതോടെ പയറുവർഗ്ഗങ്ങളുടെ വിസ്തൃതിയിലെ കുറവ് ക്രമേണ കുറഞ്ഞു. രാജ്യത്ത് പയറുവർഗ്ഗ ഉൽപാദനത്തിലും വിപണി വിലയിലും വരും ദിവസങ്ങളിലെ മഴയും ശേഷിക്കുന്ന വിതയ്ക്കൽ പുരോഗതിയും നിർണായകമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.